ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ജനിച്ചത് 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് പാപ്പു. അമ്മയുടെ പേര് കൊച്ചുപെണ്ണ്. ബാല്യകാല നാമം ശങ്കരൻ. യഥാർത്ഥ നാമം എന്താണ്? കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. ഇത്രയുമാണ് ഇൻട്രോയിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ എന്നാണ് ജനിച്ചത്? 1885 മെയ് 24 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് പാപ്പു എന്നാണ്. അമ്മയുടെ പേരെന്താണ്? കൊച്ചുപെണ്ണ് എന്നാണ്. ബാല്യകാല നാമം എന്താണ്? ശങ്കരൻ എന്നാണ്. യഥാർത്ഥ നാമം എന്താണ്? കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകൻ. ഇതിനുമുമ്പ് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണത്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനായ നവോത്ഥാന നായകൻ. അതുപോലെ സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി എന്നീ നിലകളിൽ ഇദ്ദേഹം ചരിത്രത്തിൽ പ്രസിദ്ധി നേടി എന്നാണ് പറയുന്നത്. കേരള ലിങ്കൺ, കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ടതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങളും, ഈ കേരള ലിങ്കണും കവിതിലകനും സാഹിത്യ നിപുണനും, ഇതിനു മുമ്പ് PSC എക്സാമിന് ചോദിച്ചേക്കുന്നത് അത് പ്രധാന പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഉണ്ടെന്ന് പറയാം. കവിതിലക പട്ടം നൽകിയതും സാഹിത്യ നിപുണൻ എന്ന് പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിച്ചതും കൊച്ചി മഹാരാജാവാണ്. അതൊന്ന് നോട്ട് ചെയ്യണേ. കവിതിലക പട്ടം നൽകിയതും സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? കൊച്ചി മഹാരാജാവാണ്. അതുപോലെ തന്നെ 1907 ഇദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്തോളണം. 1907 എന്ത് ചെയ്തത്? അരയ സമാജം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ 1913 ചരിത്രപ്രധാനമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. 1913. അതുപോലെ തന്നെ 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത്. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത്. 1923 മെയ് 25 പുലയ മഹാസഭ രൂപീകരണത്തിന് മാർഗനിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. എന്നാണ്? 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത്. ഏത് വർഷമാണ്? 1925. സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിന് തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം സ്ഥാപിച്ച കുറേ സഭകളുണ്ട്. എല്ലാ സഭകളുടെയും സ്ഥലങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചില സ്ഥലങ്ങളൊന്ന്, പ്രധാനപ്പെട്ട സഭകളുടെ സ്ഥലങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഒന്ന് ബാലസമുദായ പരിഷ്കാരിണി സഭ. അതുപോലെ തന്നെ കല്യാണദായിനി സഭ, അത് കൊടുങ്ങല്ലൂരാണ്, നോട്ട് ചെയ്തോളണം. അതുപോലെ ബാലസേവാ സമിതി, ജ്ഞാനോദയം സഭ, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയാണ്, അത് നോട്ട് ചെയ്തോളണം. അരയ വംശോദ്ധാരണി മഹാസഭ, അത് എങ്ങണ്ടിയൂരാണ്. അരയ വംശോദ്ധാരണി മഹാസഭ എങ്ങണ്ടിയൂർ. പിന്നെ സന്മാർഗ പ്രദീപ സഭ, അത് കുമ്പളം. പ്രബോധ ചന്ദ്രോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, അതെവിടെയാണ്? വടക്കൻ പറവൂരാണ്. സുധർമ്മ സൂര്യോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ എവിടെയാണ്? തേവരയാണ്. എന്നീ സംഘടനകൾ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസിദ്ധമായ കൃതികൾ, ഓരോ നവോത്ഥാനം പഠിക്കുമ്പോഴും പ്രസിദ്ധമായ കൃതികൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആയിട്ട് പറയുകയാണെങ്കിൽ ശാകുന്തളം വഞ്ചിപ്പാട്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്തോളണം, ചോദിച്ചിട്ടുണ്ടതിന് മുമ്പ്. കൈരളി കൗതുകം, ധീവര തരുണിയുടെ വിലാപം, ജാതിക്കുമ്മി പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനക്കുമ്മി വേറൊരാളുടെയാണ്, ബ്രഹ്മാനന്ദ ശിവഗിരിയാണ്, മാറിപ്പോകരുത്. ഇവിടെ ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം, അത് നോട്ട് ചെയ്യണേ. ബാലകലേശം, സ്തോത്രമന്താരം പ്രധാനപ്പെട്ടതാണ്. ലളിതോപഹാരം, ബാലോദ്യാനം, ലങ്കാമർദ്ദനം, അതുപോലെ തിരുനാൾ കുമ്മി, ആചാരഭൂഷണം, അരയ പ്രശസ്തി, കാട്ടിലെ ചേട്ടൻ, പഞ്ചവടി, സൗധാമിനി, ജീവചരിത്രം, കാളിയമർദ്ദനം തുള്ളൽ, ഉർവശി, ജൂബിലി ഗാനം, ചിത്രലേഖ, ശകുന്തള, രാജർഷി സ്മരണകൾ, കേരളത്തിലെ സാമുദായിക ഗാനകലകൾ എന്നിവയെല്ലാമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസിദ്ധമായ കൃതികളെന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെയാണ്? ഇതിനു മുമ്പ് ചോദിച്ചേക്കണത്. ശാകുന്തളം വഞ്ചിപ്പാട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണ്? സമാധി സപ്താഹം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജാതക്കുമ്മി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്തോത്രമന്താരം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ കൃതികളാണ് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ കൃതികളുമായിട്ട് ബന്ധപ്പെട്ട ചില കൃതികൾക്ക് ഓരോ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ജാതി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട നാടകമാണ് ബാലകലേശം, ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമിയുടെ വേർപാടുമായിട്ട്
ബന്ധപ്പെട്ട് രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ രചിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഏതാണ് ജാതിക്കുമ്മി. അത് ഏത് വർഷമാണ്? 1904. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിയാണ്. ആദ്യത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിയാണ്. ഏത് വർഷമാണ്? 2013. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു എന്ന് പറയുന്നത് ആരാണ്? അഴീക്കൽ വേലുവൈദ്യനാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശിഷ്യനായി സംസ്കൃതത്തിലും മലയാളത്തിലും പ്രാവീണ്യം നേടിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന ഈ നവോത്ഥാന നായകനെക്കുറിച്ച് നിങ്ങളെന്താണ് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും എന്താണ് നോട്ട് ചെയ്യണം. അടുത്ത നവോത്ഥാന നായകനുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.